നമസ്കാരം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മാർക്കറ്റിൽ അണ്ടർ പെർഫോം ചെയ്യുന്ന ഒരു സെക്ടറാണ് ഓട്ടോ സെക്ടർ അല്ലെങ്കിൽ നിഫ്റ്റി ഓട്ടോ. എന്നാൽ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടും നിഫ്റ്റി ഓട്ടോ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. മൺസൂണിൻ്റെ ലഭ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ മൂലമാണ് കഴിഞ്ഞ ദിവസം അവസാന അവറുകളിൽ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. എന്നിട്ടും നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് 2.8 മുതൽ 3% ഉയരുകയും ഓട്ടോ സെക്ടറിലെ പല സ്റ്റോക്കുകളും ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കൂടാതെ ടെക്നിക്കലി നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ ക്ലോസിംഗ് നൽകി ഒരു ടെക്നിക്കൽ ബ്രേക്കൗട്ട് നൽകി. നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് അതിൻ്റെ ലോവർ ലെവലിൽ നിന്നും 15% റിക്കവറി കാഴ്ചവെക്കുകയും ചെയ്തു. പ്രമുഖ ബ്രോക്കേജ് ഫീമായ നവോമ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ജൂൺ മാസത്തെ ഓട്ടോമൊബൈൽ കമ്പനികളുടെ സെയിൽസ് റിപ്പോർട്ട് മികച്ചതാകാൻ സാധ്യതയുണ്ട്. ഈ ഓട്ടോമൊബൈൽ സെയിൽസ് റിപ്പോർട്ടും അടുത്ത ആഴ്ചയാണ് പുറത്തു വരുന്നത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അടുത്ത ആഴ്ച ഓട്ടോമൊബൈൽ സെക്ടറിലെ സ്റ്റോക്കുകൾ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യം തന്നെ ഓട്ടോമൊബൈൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന ഈ ബൈയിങ് മൊമെൻറ്റത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടായ ഇടിവാണ്. വെസ്റ്റ് ഏഷ്യയിലെ സംഘർഷം പൂർണ്ണമായും അയയുകയും US-ഉം ഇറാനും ഒരു പീസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തതോടുകൂടി സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴിയുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രെൻഡ് ക്രൂഡിൻ്റെ വില അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും 32% കറക്റ്റായി $72 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തി. അതായത് ഫെബ്രുവരി മാസത്തിൽ US-ഇറാൻ സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപുള്ള അതേ നിരക്കിലേക്ക് ക്രൂഡ് ഓയിലിൻ്റെ വില തിരിച്ചെത്തിയിട്ടുണ്ട്. ഇത് ഒരു ഓയിൽ ഇമ്പോർട്ടർ എന്ന നിലയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഇൻഫ്ലേഷനെയും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെയും നിയന്ത്രിക്കാൻ ഇത് സഹായകമായേക്കും. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഓട്ടോമൊബൈൽ, ഏവിയേഷൻ പോലുള്ള സെക്ടറുകളിൽ പ്രകടമായി. മറ്റൊരു പ്രധാന കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട മെറ്റൽ സ്റ്റോക്കുകളിലെ ഇടിവ് തന്നെയാണ്. അതായത് മെറ്റൽ എന്ന കോമോഡിറ്റിയുടെ വില ഇടിയുന്നത് ഓട്ടോ സെക്ടറിന് അനുകൂലമാണ്. വാഹനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വെഹിക്കിളുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രധാനമായും ഉപയോഗിക്കുന്ന 2 മെറ്റലാണ് സ്റ്റീലും അലൂമിനിയവും. സ്റ്റീൽ, അലൂമിനിയം തുടങ്ങിയ കോമഡിറ്റികളുടെ വില കുറഞ്ഞത് ഓട്ടോമൊബൈൽ കമ്പനികളുടെ ഇൻപുട്ട് കോസ്റ്റ് കുറയുന്നതിനും ഇതുവഴി ഓട്ടോമൊബൈൽ കമ്പനികളുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ വർദ്ധിപ്പിക്കുന്നതിനും കാരണമായേക്കും. ഇതിൻ്റെ ഇമ്പാക്റ്റ് വരുന്ന ക്വാർട്ടർലി റിസൾട്ടിലും പ്രകടമാകാൻ സാധ്യതയുണ്ട്. അതും ഓട്ടോമൊബൈൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റത്തിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു. മറ്റൊരു ഫാക്റ്റ് വെഹിക്കിൾസിൻ്റെ ഡിമാൻഡിലുണ്ടായിരിക്കുന്ന വർധനവാണ്. വാഹൻ രജിസ്ട്രേഷൻ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജൂൺ മാസത്തിൽ പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ ഡിമാൻഡിൽ 30%, ബൈക്കുകളുടെ ഡിമാൻഡിൽ 20%-ഓളവും വർധനവുണ്ടായിട്ടുണ്ട്. രജിസ്ട്രേഷനിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ വെഹിക്കിൾ രജിസ്ട്രേഷനിൽ 23%-ഓളം വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വർദ്ധിച്ച ഡിമാൻഡിനെ കേറ്റർ ചെയ്യുന്നതിന് വേണ്ടി കമ്പനികൾ അവരുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനും കമ്പനികളുടെ പ്രോഫിറ്റ് ഉയരാനും സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന അപ്ഡേറ്റ് സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസ്, അതായത് പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ ലഘൂകരിക്കപ്പെട്ടതോടുകൂടി സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസ് മാറി. ഇതുവഴി ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് അവരുടെ എക്സ്പോർട്ടിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. കഴിഞ്ഞ 2 മുതൽ 3 മാസങ്ങളായി ഓട്ടോമൊബൈൽ കമ്പനികളുടെ എക്സ്പോർട്ട് വോളിയം വളരെ കുറവായിരുന്നു. ഇതും പരിഹരിക്കപ്പെടുന്നത് ഓട്ടോമൊബൈൽ സ്റ്റോക്കുകൾ പെർഫോം ചെയ്യുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു. ഇനി പ്രമുഖ ബ്രോക്കേജായ നവോമയുടെ റിപ്പോർട്ട് കൂടി നമുക്ക് പരിശോധിക്കാം. ഈ നവോമയുടെ റിപ്പോർട്ടിൽ ജൂൺ മാസത്തിൽ പാസഞ്ചർ വെഹിക്കിൾ, കൊമേഴ്ഷ്യൽ വെഹിക്കിൾ, ട്രാക്ടറുകൾ തുടങ്ങിയ എല്ലാ സെക്ടറുകളിലും മികച്ച സെയിൽസ് ഗ്രോത്ത് ആണ് വരാൻ പോകുന്നത്. പാസഞ്ചർ വെഹിക്കിൾ സെക്ടർ അണ്ടർ പെർഫോം ചെയ്യുന്ന ഒരു സെക്ടറാണ്. മാരുതി സുസുക്കി, M&M തുടങ്ങിയ പല സ്റ്റോക്കുകളും ഇപ്പോഴും അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും 15 മുതൽ 17%-ഓളം ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ജൂൺ മാസത്തിൽ സെയിൽസ് വർദ്ധിച്ചതോടുകൂടി കഴിഞ്ഞ ദിവസം M&M, മാരുതി സുസുക്കി തുടങ്ങിയ സ്റ്റോക്കുകൾ 3%-ഓളം ഉയരുകയും ചെയ്തു. ഈ സെക്ടറിൽ നവോമ സജസ്റ്റ് ചെയ്യുന്നത് ഹ്യുണ്ടായി ഇന്ത്യ, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ തുടങ്ങിയ സ്റ്റോക്കുകളെയാണ്. 2 വീലർ സെഗ്മെൻറ്റിൽ നവോമ റെക്കമെൻഡ് ചെയ്യുന്നത് ഏഷ്യർ മോട്ടോറിനെയും ബജാജ് ഓട്ടോയുമാണ്. അതേസമയം മറ്റൊരു ബ്രോക്കേജ് ഫീമായ CLSA ഹീറോ മോട്ടോർ കോർപ്പിന് ബൈ എന്ന റേറ്റിംഗും 5728 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 17% അപ്സൈഡിലുള്ള ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ഹീറോ മോട്ടോർ കോർപ്പ് പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നതും GST നിരക്കിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ അതും ഹീറോ മോട്ടോർ കോർപ്പിന് ഉയർന്ന വോളിയം ഗ്രോത്ത് കൈവരിച്ചേക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് CLSA ഹീറോ മോട്ടോർ കോർപ്പിന് ബൈ എന്ന റേറ്റിംഗും 17% അപ്സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിരിക്കുന്നത്.
മൺസൂൺ സാധാരണഗതിയിലാകുമ്പോൾ മഹീന്ദ്രയുടെ ട്രാക്ടറുകളുടെ സെയിൽസ് വർദ്ധിക്കാറുണ്ട്. ഇതും നവോമ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് അശോക് ലൈലാൻഡിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് കൊമേഴ്സ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസിനും കൊമേഴ്സ്യൽ വെഹിക്കിൾ സെക്ടറിനും ഒരു ഉണർവിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചേക്കും. ഓട്ടോ സെക്ടർ പെർഫോം ചെയ്യുകയാണെങ്കിൽ നാച്ചുറലി ഓട്ടോ ആൻസിലറി അല്ലെങ്കിൽ ഓട്ടോകളുടെ സ്പെയർ പാർട്സ് നിർമ്മിക്കുന്ന സെക്ടറുകളും പെർഫോം ചെയ്തേക്കും. ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഓട്ടോമൊബൈൽ സെക്ടറിലെ സ്റ്റോക്കുകൾ പെർഫോം ചെയ്തതിനോടൊപ്പം തന്നെ യൂണോമിൻ്റെ മദർസൺ, ബോഷ് ലിമിറ്റഡ്, ഭാരത് ഫോർജ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ വന്ന ബൈയിങ് മൊമെൻറ്റം. അതുകൊണ്ട് ഓട്ടോ സെക്ടറിലെ സ്റ്റോക്കുകളോടൊപ്പം തന്നെ നമ്മൾക്ക് ഓട്ടോ ആൻസിലറി സെക്ടറിലെ സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇനി ഓട്ടോ സെക്ടർ ഒരു സിക്ലിക്കൽ സെക്ടറാണ്. ഓട്ടോ സെക്ടറിന് ഗ്ലോബൽ ഡിമാൻഡിൽ നിന്നും സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ US മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ കഴിഞ്ഞ ദിവസം US മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് കാണാൻ സാധിച്ചു. അതിന് പിന്നിലെ പ്രധാന കാരണം അമേരിക്കയുടെ ഇൻഫ്ലേഷനെ സൂചിപ്പിക്കുന്ന പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ മന്ത് ടു മന്ത് കഴിഞ്ഞ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ മന്ത് ഓൺ മന്തിൽ കുറഞ്ഞതും അമേരിക്കയുടെ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ താഴ്ന്ന നിലയിലേക്ക് എത്തിയതുമാണ്. 2,25,000 ജോബ്ലെസ് ക്ലെയിം പ്രതീക്ഷിച്ചെടുത്ത് 2,10,000 ജോബ്ലെസ് ക്ലെയിം ആണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം അമേരിക്കൻ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും ഓട്ടോ, IT തുടങ്ങിയ സെക്ടറുകളെ സപ്പോർട്ട് ചെയ്യുന്ന വാർത്തയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ വരുന്ന ആഴ്ച ഓട്ടോമൊബൈൽ സെക്ടറിലെ സ്റ്റോക്കുകളെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ആഴ്ച ഫോക്കസ് ചെയ്യേണ്ട ഓട്ടോമൊബൈൽ സെക്ടറിലെ 2 സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് M&M. 3,182 രൂപയ്ക്ക് അടുത്തായിട്ടാണ് കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് നൽകിയത്. സ്ട്രോങ് സപ്പോർട്ട് ഫോം ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്ന സ്റ്റോക്കാണ്. കൂടാതെ ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് പ്രൈസിൽ സ്റ്റോക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ M&Mനെ പരിഗണിക്കാം. M&M 3,182 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 3,060 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 3,300, 3,450 തുടങ്ങിയ ടാർഗറ്റുകളാണ് M&M എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യേണ്ടത്. മറ്റൊരു സ്റ്റോക്ക് സംവർധന മദർസൺ എന്ന സ്റ്റോക്കാണ്. സംവർധന മദർസൺ എന്ന സ്റ്റോക്ക് 151 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കും 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്ത് സപ്പോർട്ട് ഫോം ചെയ്യുകയും പിന്നീട് 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്കൗട്ട് കൺഫേം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും സ്റ്റോക്കിൽ മൊമെൻറ്റം തുടരാനുള്ള സാധ്യത കൂടുതലാണ്. 151 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിൽ 146 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്ക് 163, 165 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്